ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ കൂടെ ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അന്നേരം നമ്മുടെ സുധീഷ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അത് കാണുമ്പോൾ നിധി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇതെന്താ ഒന്നും മിണ്ടാത്തേ, ഇങ്ങനെ പതിവില്ലാത്തതാണല്ലോ എന്നും മനസ്സിൽ വിചാരിച്ച് സുധീഷിനോട് ചോദിക്കും, എന്താ സുധീഷേ ഒന്നും മിണ്ടാത്തേന്ന്. ഒന്നുമില്ല എന്ന് പറയും. അല്ല, പോകുന്ന വഴി ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നതാണല്ലോ, ഞാൻ ഇയാളോടൊന്നും സംസാരിക്കാനില്ലേ എന്ന് പറയാട്ടോ. അതെന്താ, ദേഷ്യത്തിലാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ സുധീഷേ, നമുക്ക് സംസാരിച്ച് തീർക്കാന്ന് പറയുമ്പോൾ ഇയാൾക്ക് എന്നോടൊരു താല്പര്യം ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ മിണ്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നാ പിന്നെ മിണ്ടണ്ടെന്ന് പറയും. പിന്നെയും നിധി ചോദിക്കും, സുധീഷേ പ്ലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ, ഇങ്ങനെ രണ്ടാള് സംസാരിക്കാതെ എത്ര ദൂരം ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, ഇന്നലെ എന്നെ കാണാഞ്ഞിട്ട് അത്രയും നേരം കാത്തിരുന്നു എന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛനും ഏട്ടനും ആയിരിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയിൽ ആണ് എന്നെ കാത്തിരുന്നതെന്ന് ഞാൻ ഇന്ന് രാവിലെയാ മനസ്സിലാക്കിയേ. എനിക്കെന്തെങ്കിലും പറ്റിയ ഇയാൾക്ക് എന്താണല്ലേ, ഇയാളെൻ്റെ ആരും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിധിയാണെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ സുധീഷ് മനസ്സിലോർക്കുന്നുണ്ട്, എന്തായാലും ഫീലായിട്ടുണ്ട്, ഇപ്പോൾ ഒരു സോറി വരും, വരട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ വരാത്തേ, നീ ഇവളും മൗനവ്രതത്തിലായോ, പണി പാളിയോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ നിധി പറയും, അതെ സുധീഷേ, എൻ്റെ അച്ഛനും ചേട്ടനും എന്തെങ്കിലും സുധീഷിനെ ചെയ്തിരിക്കോ എന്ന് കരുതി തന്നെയാണ് ഞാൻ ഇന്നലെ ഉറങ്ങാതിരുന്നത്. അവരുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാന്ന് പറയുമ്പോൾ സുധീഷിന് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിയോന്ന് എന്ന് വിചാരിച്ചിട്ടാണോ ഇന്നലെ ഉറങ്ങാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. സുധീഷ് മുൻപേ ഒരു സൂചന കിട്ടിയിട്ടും എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വന്നേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ല നിധിക്ക് സ്വന്തം അച്ഛനെയും ഏട്ടനെയും കിട്ടിയ ആ സന്തോഷത്തിനിടയിൽ ആ സന്തോഷം കെടുത്തണ്ടെന്ന് ഞാൻ കരുതി, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നേ. അദ്ദേഹം എന്നെ വെല്ലുവിളിച്ച എനിക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ അതെന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ, എങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോവില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കാട്ടോ നിധി. ഇനിയെങ്കിലും ഒന്ന് നന്നായിട്ട് സൂക്ഷിക്കണേ സുധീഷേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം മോളെ എന്ന് പറയും. അവരെ പക്കാ പ്ലാൻ ചെയ്തതുകൊണ്ട് അന്ന് ഞാൻ ട്രാപ്പിലായത്, ഇനി ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കും എന്ന് പറയാട്ടോ സുധീഷ്. അപ്പം നമ്മുടെ നിധി പറയും, ശരി സുധീഷേ അത് വിട്ടേക്കെന്ന്. അത് വിടാനോ, എങ്ങനെ വിടാനാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംസാരം കേട്ടോ. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ നിധി പറയും, എന്റെ സുധീഷ ഒന്ന് മിണ്ടാണ്ടിരിക്കോ, ബോറടിച്ചിട്ട് വയ്യ. അപ്പൊ സുധീഷ് ചോദിക്കും, എത്ര നേരം മിണ്ടാതിരുന്നപ്പോ എന്താ മിണ്ടാതിരിക്കുന്നേ എന്നായിരുന്നു ചോദ്യം. മിണ്ടി തുടങ്ങിയപ്പോ എന്തിനാ മിണ്ടുന്നേന്നാണോ, ഇയാളാള് കൊള്ളാലോ, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കട്ടോ. അന്നേരം നിധി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഇടം കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സുധീഷ്. അങ്ങനെ ആ ഓഫീസിൽ എത്തുന്നു. അപ്പോൾ നിധി പറയും, അതെ ഞാൻ ഇറങ്ങിക്കോട്ടേന്ന്, എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നേ. അതേതായാലും നന്നായി, ഞാൻ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി ഇറങ്ങി പോട്ടോ. അപ്പോൾ സുധീഷ് അല്ല അത് പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, ഒന്ന് പോയിട്ട് വരാനെങ്കിലും പറയായിരുന്നു, ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയി എന്നിട്ട് അവിടെ കിടന്നുറങ്ങുക കേട്ടോ. അങ്ങനെ നമ്മുടെ നിധിക്കാണെങ്കിൽ അവിടെ വെച്ച് ജോലി ലഭിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് സാലറി 20,000 ആണ് കേട്ടോ. അതൊക്കെ കൊണ്ട് അഗ്രി ചെയ്ത് നമ്മുടെ നിധി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സുധീഷ് ആണെങ്കിൽ ഉറങ്ങുമായിരിക്കും. അപ്പോൾ സുധീഷിനെ ഒന്നും പറഞ്ഞ് ഉണർത്താതെ തന്നെ നിധി വണ്ടിയിലോട്ട് കയറിയിരിക്കും. എന്നിട്ട് മുന്നിൽ കണ്ട ഒരു ഗണപതി വിഗ്രഹത്തിനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ സുധീഷ് ആണെങ്കിൽ ഉണർന്നു പോവും. ഇത്ര വേഗം ഇന്റർവ്യൂ കഴിഞ്ഞാ, അല്ല എന്താടോ കയറി വന്നപ്പോൾ തന്നെ പ്രാർത്ഥനയാണല്ലോ, ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി അറിയും എന്ന് ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇന്റർവ്യൂ നടന്നതും ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിധി ആലോചിക്കുന്നത്. എന്താടോ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ, ഞാൻ പോയി ചോദിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട, എനിക്ക് ജോലി ലഭിച്ചു എന്ന് പറയും. അയ്യടാ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ജോലി കിട്ടുന്നു, അത് 2ാമത്തെ തവണ വന്നപ്പോഴേക്കും. ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം അല്ലേ സുധീഷേ എന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹം മാത്രമല്ല കൂടെ വന്ന ആളിൻ്റെ രാശി കൂടിയാന്ന് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല 1-2 ഇൻ്റർവ്യൂ ഉണ്ടാവത്തില്ലേ, എന്നിട്ടല്ലേ സെലക്ട് ചെയ്യുന്നത്, ഇതെന്താ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് അല്ല അതുകൊണ്ടാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എത്ര സാലറി എന്ന് പറയുമ്പോൾ 20,000 എന്ന് പറയുമ്പോൾ അയ്യോ സോറി എത്രയാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ 20,000. ഞാൻ കരുതി 1-2 ലക്ഷം കിട്ടുന്നു. ഇയാളപ്പോൾ എത്ര രൂപയ്ക്കാ പഠിച്ചിട്ടുണ്ടാവുക? അപ്പോൾ നമ്മുടെ നിധി പറയും, എന്താ കാര്യം, ഒരു 10-15 ലക്ഷം മുടക്കി കാണൂല്ലേ,
എന്നിട്ട് അതിന്റെ പലിശ പോലും കിട്ടിയില്ല എന്ന് വെച്ചാൽ അതിനാണോ ഇങ്ങനെ കണ്ണ് കലങ്ങി പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിട്ട് ചിരിക്കും കേട്ടോ. അപ്പോഴും നിധി പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിന് ഇത്രയൊക്കെ തന്നെ കിട്ടത്തുള്ളൂ എന്ന്. അല്ല, ഈ സാലറിക്ക് നമുക്കിടയിൽ ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്കിടയിൽ എന്തിനാ അങ്ങനത്തെ ഒരു കോംപ്ലക്സ് എന്ന് ചോദിക്കുമ്പോൾ, അല്ല തന്റെ 20,000-നേക്കാൾ ഡബിൾ സാലറി ഞാൻ വാങ്ങുന്നുണ്ടല്ലോ, പ്രൈസിലും ഇൻക്രിമെന്റ് ഒക്കെ കഴിഞ്ഞാൽ എനിക്കും കിട്ടും നിങ്ങളെക്കാൾ ഇരട്ടി എന്നൊക്കെ നിധി പറയുമ്പോൾ, അയ്യോ ഈ വിഷയം ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് വണ്ടി എടുത്ത് പോവാണ് കേട്ടോ.